രൂപത്തെ ദർശിച്ച് ഇമേജിനെ ദർശിച്ച് ആ ഇമേജ് മനസ്സിനകത്തെടുത്ത് മനസ്സിനകത്ത് ഇമാജിൻ ചെയ്യാൻ അതിനുശേഷം ആരാധിക്കാനാണ് നമ്മൾ പൗരാണിക ആരാധന ഉപയോഗിക്കുക. അതായത് ഏത് തരത്തിലുള്ള വിഗ്രഹമാവാം. കരിങ്കല്ല് വിഗ്രഹമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ. ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങളെന്താ കരിങ്കല്ല് വിഗ്രഹം ഇങ്ങനെ ഉപയോഗിക്കുന്നത്? കേരളീയരുടെ മനസ്സ് കരിങ്കല്ല് മാതിരി ഉള്ളത് കൊണ്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അയാൾ ഒന്നും വേണ്ടിയില്ല, അടുത്ത ബസ്സിൽ കയറിപ്പോയി. അപ്പൊ യഥാർത്ഥത്തിൽ കരിങ്കല്ല് വിഗ്രഹമാവാം, മാർബിൾ കൊണ്ടുള്ളതാവാം. ഉത്തരേന്ത്യ മുഴുവനും മാർബിളാണ്. മാർബിൾ കൊണ്ടാവാം, സ്ഫടികം കൊണ്ടാവാം, വെട്ടുകല്ല് കൊണ്ടാവാം, ക്ലേ കൊണ്ടാവാം, പഞ്ചലോഹം കൊണ്ടാവാം, ദാരുശില്പമാകാം. അതേപോലെ തന്നെ വിളക്ക് വെച്ച് നാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചതുപോലെ വിളക്ക് വെച്ച് ആരാധന നടത്താം. ഇതൊന്നുമില്ല, വെറുതെ പത്മമിട്ട് ഒരു തുളസിയിട്ട് ഇത് ഗണപതിയാണെന്ന് പറഞ്ഞ് അതും ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക്. ചിലപ്പോൾ ആലോചിച്ച് നോക്കുക, നിങ്ങളിവിടെ ഒരു വിളക്ക് കത്തിച്ചു വെച്ച് മുമ്പില് ഒരു തൂശനില വെച്ച് അതിലൊരു നാളികേരം വെച്ച് അതിലൊരു കൂർച്ച, ദർഭപ്പുല്ല് കൊണ്ടൊരു കൂർച്ച വെച്ച് ഒരു നല്ലൊരു പൂവിട്ട് ഗണപതികം ഹവാമഹേ കവിം കവീനാം ഉപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ആനശൃണ്വന്നൂതിവിശീദസാദനം മഹാഗണപതയേ നമഃ. ഗണപതി ഭഗവന്നാഗച്ചാഗച്ച ആവാഹയാമി. ആവാഹിതോ ഭവ, സംസ്ഥാപിതോ ഭവ, സ്വാഗതോ ഭവ, അവകുണ്ഠിതോ ഭവ, വ്യാപ്തോ ഭവ, സ്ഥിരോ ഭവ, പ്രസീദ പ്രസന്നോ ഭവ എന്ന് പറഞ്ഞ് നാളികേരത്തിന്റെ മോളില് ഒരു നല്ല പൂവും വെച്ച് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയാണ്, മുല്ലക്കൽ അമ്പലത്തിലെ ഫ്രണ്ടിലിരിക്കുന്നവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ നാളികേരത്തില് ഗണപതിയെ ആവാഹിച്ചു വെച്ചിരിക്കുന്നത് തൊഴണമെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ലെഫ്റ്റിസ്റ്റും റൈറ്റിസ്റ്റും മിഡിൽ ഈസ്റ്റും എല്ലാം എഴുന്നേറ്റ് തൊഴാതിരിക്കില്ല. എല്ലാവരും എഴുന്നേറ്റ് തൊഴും. ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അമ്പലത്തിനകത്ത് വന്നിരിക്കുന്നവൻ അത് ഗണപതിയാണെന്ന് വിചാരിച്ചു തൊഴും. അതേ സമയത്ത് ഇതിനകത്ത് 2-3 ക്രിസ്ത്യാനി ഉണ്ടെന്ന് വിചാരിക്കുക, മുസ്ലിം ഉണ്ടെന്ന് വിചാരിക്കുക. അവര് വിചാരിക്കുക ഇന്നലെ ചട്നി ഉണ്ടാക്കിയ സാധനമല്ലയോ ഈ ഗണപതി, ഈ നാളികേരം ഇന്നലെ ചട്നി ദോശയ്ക്ക് ചമ്മന്തി അരച്ച സാധനം, ഇതെങ്ങനെ ഗണപതിയാവും? നമുക്ക് ആ ചിന്ത വരില്ല. കാരണം സർവചരാചരത്തിലും ഈശ്വരൻ ഉണ്ടെങ്കിൽ നാളികേരത്തിലും ഈശ്വരനുണ്ട്, ആനയിലും ഈശ്വരനുണ്ട്, പശുവിലും ഈശ്വരനുണ്ട്, സൂര്യനിലും ചന്ദ്രനിലും ഈശ്വരനുണ്ട്, ഭൂമിയിലും ഈശ്വരനുണ്ട്, തുളസിയിലും ഈശ്വരനുണ്ട്, ആൽമരത്തിലും ഈശ്വരനുണ്ട്. എന്താ കാരണം? സർവചരാചരത്തിലും ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചീത മാകൃത കസ്യ സിദ്ധനം. ഇത് ഈശാവാസ്യ ഉപനിഷത്തിലുള്ളതാണ്. ഇന്ത്യക്കാരായ സ്ഥിതിക്ക് നിങ്ങൾ ഈശാവാസ്യ ഉപനിഷത്ത് വായിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാ. അപ്പൊ ഓർമ്മിക്കുക, 2 തരത്തിലുള്ള ആരാധനയില് ഒന്ന് വൈദിക ആരാധന, അഗ്നിയിലേക്ക് ഹോമിച്ച് നടത്തുക. രണ്ടാമത്തേത് പൗരാണിക ആരാധന. 8 തരത്തിലുള്ള വിഗ്രഹം. ഈ 8 തരത്തിലുള്ള വിഗ്രഹം ഉപയോഗിക്കാമെന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? മുല്ലക്കൽ ക്ഷേത്രത്തിൽ രാവിലെ 10 മണിക്ക് വന്ന് ഗോപാലകൃഷ്ണൻ തന്നെത്താനെ ഉണ്ടാക്കി പറയുകയാണോ? അല്ല, ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല, നമ്മുടെ പുസ്തകത്തിലുള്ളതാ. ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം നടത്തുന്നതിന് മുമ്പ് വെരാവൽ എന്ന സ്ഥലത്ത്, ഗുജറാത്തില് ബെട്ട് ദ്വാരകയുടെ അടുത്ത്, വെരാവലിന്റെ അടുത്ത് കുറച്ചു ദൂരേ ഉള്ളൂ ബെട്ട് ദ്വാരകയിലേക്ക്. അവിടെ ഇഹലോകവാസം വെടിയാൻ പോകുന്നതിന് മുമ്പ് ഉദ്ധവൻ വന്ന് ചോദിച്ചു, അസാമാന്യ ബുദ്ധിശക്തിയുള്ള അങ്ങ്, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച അങ്ങ്, സത്യം ധർമ്മം നീതി ന്യായം സമകാലീന പ്രസക്തമായി വ്യാഖ്യാനിച്ച അങ്ങ് ഇത്രയും എല്ലാവരുടെയും മനസ്സിൽ ജീവിക്കുന്നു. അങ്ങ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷവും അങ്ങയെ പൂജിക്കണമെന്ന് ജനങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എങ്ങനെയാ അങ്ങയെ പൂജിക്കുക എന്ന് ഉദ്ധവൻ, ശ്രീകൃഷ്ണന്റെ മന്ത്രിയാണ്, സഹോദര തുല്യനാണ്, കൂട്ടുകാരനാണ്, ഉപദേഷ്ടാവാണ്, എല്ലാമാണ് ഉദ്ധവൻ. ആ ഉദ്ധവൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചപ്പോൾ കൃഷ്ണൻ മറുപടി നൽകിയത്, എന്നെ ഭാവിയിൽ ആർക്കെങ്കിലും പൂജിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ കരിങ്കല്ല് കൊണ്ടോ മാർബിള് കൊണ്ടോ വെട്ടുകല്ല് കൊണ്ടോ മരം കൊണ്ടോ അല്ലെങ്കിൽ വിളക്ക് വെച്ചോ പഞ്ചലോഹമോ ലോഹമോ കൊണ്ടോ വെറും മനോരൂപമോ ചിത്രമോ കൊണ്ടോ എന്നെ പൂജിക്കാൻ ഞാൻ അനുവദിക്കുകയാണ്. എല്ലാ ദേവതമാരെയും അപ്രകാരം പൂജിക്കാം എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞതാണ് പൗരാണിക ആരാധനയില് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓർമ്മിക്കണം. അപ്പൊ പൗരാണിക ആരാധന അതാണ്. 5 തരത്തിലുള്ള ഭക്തിയെ കുറിച്ച് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏതാണ്? ദാസ്യഭാവ ഭക്തി, ഹനുമാന് ശ്രീരാമനോട് തോന്നിയ ഭക്തി. സഖ്യഭാവ ഭക്തി, വിഭീഷണന് രാമനോടും
അർജുനന് കൃഷ്ണനോടും തോന്നിയ ഭക്തി സഖ്യഭാവ ഭക്തി, ശാന്തഭാവ ഭക്തി. ദ്രോണാചാര്യർക്കും വിതുരനും ഭീഷ്മർക്കും ഒക്കെ കൃഷ്ണനോട് തോന്നിയ ഭക്തി ശാന്തഭാവ ഭക്തി. ഭക്തകവി മീരയ്ക്കും ഗോപികമാർക്കും ശ്രീകൃഷ്ണനോട് തോന്നിയ ഭക്തി മാധുര്യഭാവ ഭക്തി. അതേപോലെ തന്നെ വാത്സല്യഭാവ ഭക്തി ദേവകിക്കും യശോദയ്ക്കും നന്ദഗോപർക്കും അതുപോലെ ഉള്ളവർക്ക് അക്രൂരനുമൊക്കെ ശ്രീകൃഷ്ണനോട് തോന്നിയ ഭക്തി വാത്സല്യഭാവ ഭക്തി. ത്യാഗരാജ ഭാഗവതർക്ക് ശ്രീരാമനോട് തോന്നിയ ഭക്തി വാത്സല്യഭാവ ഭക്തി. 5 തരത്തിലുള്ള പോസിറ്റീവ് ഭക്തിയാ ഉള്ളത്. ഒരു ഭക്തി മാത്രം നെഗറ്റീവാ. നമ്മുടെ ഭക്തിയില് 5+1 6 തരത്തിലുള്ള ഭക്തിയുണ്ട്. അതിൽ 6ാമത്തെ ഭക്തിയാണ് ഏറ്റവും പ്രസിദ്ധമായ ഭക്തി. അത് ആരുടെ ഭക്തിയാണ്? യുക്തിവാദികളുടെ ഭക്തിയാണത്. യുക്തിവാദികളുടെ ഭക്തി എന്താണ്? അതാണ് ഏറ്റവും ഉജ്ജ്വലമായ ഭക്തി. നിങ്ങൾ മകരജ്യോതിഷിനെ കുറിച്ച് എത്ര പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് ഒരു വർഷത്തില്? നിങ്ങൾ മകരജ്യോതിയെ കുറിച്ച് ചിന്തിക്കുന്നത് മകരമാസം വരുമ്പോ ശബരിമലയിലേക്ക് പോകുമ്പോഴോ മറ്റോ ആണ് ചിന്തിക്കുക. ജോസഫ് എടമറുക കേട്ടിട്ടുണ്ടാവും, നല്ല യുക്തിവാദിയ. അദ്ദേഹം മകരജ്യോതിയെ കുറിച്ച് എത്ര പ്രാവശ്യം ചിന്തിക്കാറുണ്ട്? 365 ദിവസവും എടമറുക യുക്തിവാദി ഈ മകരജ്യോതിഷിനെ കുറിച്ച് ചിന്തിക്കുക. എന്താ കാരണം? അത് തട്ടിപ്പാണ്, അത് തട്ടിപ്പാണെന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഈശ്വരനെ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നം വരുമ്പോ മാത്രമാണ്, അല്ലേ? സാമ്പാറിൽ ഉപ്പ് കൂടിയാൽ ഭാര്യ എന്താ പറയാ? അയ്യോ എന്റെ ഈശ്വര ഇതിന് ഉപ്പ് കൂടി, ഇനി എങ്ങനെ ഞാൻ വിളമ്പി കൊടുക്കും? അപ്പൊ ഉപ്പ് കൂടിയപ്പോഴാണ് ഈശ്വരനെ വിളിച്ചത്. അതേപോലെ തന്നെ കൈയൊന്ന് പൊള്ളുമ്പോഴാണ് ഈശ്വരാന്റെ കൈ പൊള്ളി, അപ്പോഴാണ് നമ്മൾ ഈശ്വരനെ വിളിക്കുക. യുക്തിവാദി 365 ദിവസവും മനസ്സിൽ കൊണ്ടു നടക്കുന്നത് ഈശ്വരനെയാണ്. എന്താ കാരണം എന്നറിയോ? ഈശ്വരനില്ല, ഈശ്വരനില്ല എന്ന് തെളിയിക്കാനായിട്ട്. അപ്പൊ എപ്പോഴും സ്മരണയുണ്ട് അയാൾക്ക്. ഭാഗവതം വായിച്ചാൽ നിങ്ങൾക്കറിയാം, 12 സ്കന്ധത്തിലും പറയുന്നു ഏറ്റവും ഉജ്ജ്വലമായ ഭക്തി വിദ്വേഷഭാവ ഭക്തി. വിദ്വേഷഭാവ ഭക്തി, ഈശ്വരനോട് വിദ്വേഷം. ഈശ്വരൻ ശുദ്ധ യൂസ്ലെസ് ആണെന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ ഈശ്വരനെ കുറിച്ച് ആലോചിക്കാം. ഹിരണ്യകശിപു മരിച്ചതിന് ശേഷം ആത്മാവ് നരസിംഹമൂർത്തിയിൽ അലിഞ്ഞു. രാവണൻ വധിക്കപ്പെട്ടതിന് ശേഷം ആത്മാവ് ശ്രീരാമനിൽ അലിഞ്ഞു. കംസന്റെ മരണശേഷം കംസന്റെ ആത്മാവ് ശ്രീകൃഷ്ണനിൽ ചേർന്നു. എന്താ അതങ്ങനെ സംഭവിക്കാൻ കാരണം? കംസൻ 24 മണിക്കൂറും ചിന്തിച്ചുകൊണ്ടിരുന്നത് ശ്രീകൃഷ്ണനെയാ. രാവണൻ 24 മണിക്കൂറും ചിന്തിച്ചുകൊണ്ടിരുന്നത് രാമനെ കുറിച്ചാണ്. അതുപോലെ ഹിരണ്യകശിപു 24 മണിക്കൂറും ചിന്തിച്ചുകൊണ്ടിരുന്നത് നരസിംഹമൂർത്തിയെ പോലെ ഏതോ ഈശ്വരനെയാണ്. അപ്പൊ വിദ്വേഷഭാവ ഭക്തി 6 തരത്തിലുള്ള ഭക്തിയാണ് നമുക്കുള്ളത്. 5+1 6. 2 തരത്തിലുള്ള ആരാധന, വൈദിക ആരാധന, പൗരാണിക ആരാധന. 8 തരത്തിലുള്ള വിഗ്രഹം. എക്സലന്റ്. കുറച്ചു മുമ്പ് പറഞ്ഞ 8 തരത്തിലുള്ള വിഗ്രഹം. എന്താ ഈ ക്ഷേത്രം ഇങ്ങനെ നിർമ്മിക്കാൻ കാരണം? ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് യാഗശാലയുടെ ആകൃതിയിലാണ്. യാഗശാലയില് ഫ്രണ്ടിലുള്ളത് എന്താണ്? യൂപം. യൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂവളത്തിന്റെ തടി കൊണ്ട് ഉണ്ടാക്കുന്ന വലിയ ഒരു സ്തംഭത്തിന് പറയുന്ന പേരാണ് യൂപം. ആ യൂപത്തിന്റെ സ്ഥാനത്താണ് ഇവിടെ കൊടിമരം വെച്ചിരിക്കുന്നത്. അകത്ത് അഗ്നിദ്രം, അഗ്നിദ്രത്തിന്റെ സ്ഥാനത്താണ് ബലിക്കല്ല് വെച്ചിരിക്കുന്നത്. അതിന്റെ അകത്ത് സദസ്സ്, സദസ്സിന്റെ അകത്താണ് അമ്പലത്തിൽ വലിയമ്പലം കെട്ടിയിരിക്കുന്നത്. അതിന്റെ അപ്പുറത്താണ് ഉത്തരവേദി. ഉത്തരവേദി സ്ക്വയറോ സർക്കുലറോ ആയിരിക്കണം. അതുകൊണ്ടാണ് ലോകത്തിലെ 99.999% ക്ഷേത്രത്തില് ശ്രീകോവില് ഒന്നുകിൽ സ്ക്വയർ അല്ലെങ്കിൽ സർക്കുലർ ആയിരിക്കും. യാഗശാലയിലെ ഉത്തരവേദി എന്ന് പറയുന്ന ഹോമകുണ്ടത്തിലാണ് സോമരസം ഉൾപ്പെടെ സർവ്വതും അഗ്നിക്ക് ഹോമിക്കുന്നത്. ആ യാഗാഗ്നി ഉത്തരവേദിയിലാണുള്ളത്. ഉത്തരവേദിയുടെ സ്ഥാനത്താണ് ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിൽ പണിതിരിക്കുന്നത്. ഉത്തരവേദി സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ സർക്കുലർ ആയിരിക്കണം. അത് റെക്ടാംഗിൾ ആകാൻ സാധ്യമല്ല, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആവില്ല, ഐസോസലസ് ട്രയാംഗിൾ ആവില്ല, ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആവില്ല, സെമി സർക്കിൾ ആവാൻ പാടില്ല, റോംബസ് ആവാൻ പാടില്ല, ട്രപ്പീസിയം ആവാൻ പാടില്ല, ഒന്നും പാടില്ല. ഇങ്ങനെയുള്ള രൂപങ്ങളെല്ലാം വേദിക് ജോമെട്രിയിലുണ്ട്. പക്ഷേ അതൊന്നും പാടില്ല, ഒന്നുകിൽ സർക്കുലർ അല്ലെങ്കിൽ സ്ക്വയർ. അതുകൊണ്ടാണ് ശ്രീകോവില് ഒന്നുകിൽ സ്ക്വയർ അല്ലെങ്കിൽ സർക്കുലർ ഉണ്ടാക്കുന്നത്. ഉത്തരവേദിയുടെ നടുക്കാണ്
യാഗത്തിന്റെ പ്രധാന അഗ്നി കത്തുന്നത്. ആ അഗ്നിയുടെ സ്ഥാനത്താണ് ശ്രീകോവിലിന്റെ അകത്ത് വിഗ്രഹം പ്രതിഷ്ഠിക്കാറുള്ളത്. അപ്പൊ യഥാർത്ഥത്തില് വിഗ്രഹത്തിന് എന്തിന്റെ റോളാണുള്ളത്? യാഗാഗ്നിയുടെ റോളാണുള്ളത്. അഗ്നി എന്തിനു വേണ്ടിയാണ്? ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി. വിഗ്രഹം എന്തിനു വേണ്ടിയാണ്? എനർജൈസേഷന് വേണ്ടി. വിഗ്രഹം എന്തിനു വേണ്ടിയാണ്? എനർജൈസേഷന് വേണ്ടി. ദക്ഷിണ ഭാരതത്തിലെ ക്ഷേത്രം വലുതാണ്, ഉത്തര ഭാരതത്തിലെ ക്ഷേത്രം ചെറുതാണ്. എന്താ കാരണം? ഉത്തര ഭാരതം പുണ്യഭൂമിയാണ്, ജ്ഞാനഭൂമിയാണ്. ദക്ഷിണ ഭാരതം കർമ്മഭൂമിയാണ്, യജ്ഞഭൂമിയാണ്. അതുകൊണ്ട് എന്താ വ്യത്യാസം? പുണ്യഭൂമി, ജ്ഞാനഭൂമി എന്ന് ഉത്തര ഭാരതത്തെ പറയാൻ കാരണം വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം എഴുതിയത് ഉത്തര ഭാരതത്തിലാണ്. അതുകൊണ്ടത് ജ്ഞാനഭൂമിയാണ്. ജ്ഞാനഭൂമിയില് അഥവാ പുണ്യഭൂമിയില് മന്ത്രം മാത്രം മതി ക്ഷേത്രത്തില്, വേറെ ഒന്നും വേണ്ട. പുണ്യഭൂമി ജ്ഞാനഭൂമിയായ ഉത്തര ഭാരതത്തില് ഒരു ക്ഷേത്രം ഉണ്ടാക്കുകയാണെങ്കിൽ മന്ത്രം മാത്രം മതി, വേറെ ഒന്നും വേണ്ട. യജ്ഞഭൂമി കർമ്മഭൂമിയായ ദക്ഷിണ ഭാരതത്തില് ഒരു ക്ഷേത്രം ഉണ്ടാക്കുകയാണെങ്കിൽ മന്ത്രം വേണം, തന്ത്രം വേണം, യന്ത്രം വേണം, 3 വേണം. മന്ത്ര തന്ത്ര യന്ത്രാത്മികായൈ നമഃ. ഈ 3 വേണ്ടത് കൊണ്ടാണ് ഇവിടത്തെ ക്ഷേത്രങ്ങള് വളരെ വലുതാണ്. അതുപോലെ യാഗശാല പോലെയാണ്. വളരെ ഉജ്ജ്വലമായ മന്ത്ര തന്ത്ര യന്ത്രാദികൾക്ക് വിധേയമാണ് ദക്ഷിണ ഭാരതത്തിലെ ക്ഷേത്രങ്ങള്. ഉത്തര ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ ചെറുതാണ്. അവിടെ സ്ഥാനമഹത്വമുണ്ട്, സ്ഥലമഹത്വമുണ്ട്. ദക്ഷിണ ഭാരതത്തിൽ സ്ഥലമഹത്വത്തെക്കാൾ കൂടുതൽ കർമ്മമഹത്വമാണ്. അതുകൊണ്ട് ഇവിടെ കർമ്മമാണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് ശബരിമല തന്ത്രിക്ക് മൂലമന്ത്രം അറിഞ്ഞുകൂടെന്ന് പറഞ്ഞപ്പോ കേരള കോൺഗ്രസിലെ MLA പി ജോർജ് പറഞ്ഞു, എന്റെ ഈശ്വര ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്? പി ജോർജിന് എന്താ ശബരിമല തന്ത്രിക്ക് മൂലമന്ത്രം അറിഞ്ഞുകൂടെങ്കിൽ? പി ജോർജ് എന്നല്ല, എല്ലാവർക്കും അത് ഷോക്കഡായി. എന്താ കാരണം? ഇവിടെ തന്ത്രമഹത്വമുണ്ട്. തന്ത്രത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ വിഗ്രഹത്തിന് ചൈതന്യം വരുന്നത്. സാധാരണ പറയാറുണ്ട്, അർച്ചകസ്യ പ്രഭാവേന ശിലാഭവതി ശങ്കര. അർച്ചകന്റെ പ്രഭാവം കൊണ്ടാണ് ഒരു കല്ല് ശിവനായി മാറുന്നത്. അർച്ചകസ്യ അപ്രഭാവേന ശിവോ ഭവതി ശില. അർച്ചകന് പ്രഭാവമില്ലെങ്കിൽ ശിവനാണെങ്കിൽ പോലും വെറും ശില മാതിരി ആയിത്തീരും. അതുകൊണ്ട് അർച്ചകന് പ്രഭാവമുണ്ട്. ശബരിമലയെ കുറിച്ച് തന്ത്രിക്ക് മൂലമന്ത്രം അറിഞ്ഞുകൂടാ എന്നുള്ള ധാരണ തെറ്റാണ്. അദ്ദേഹത്തിന് അത് അറിയാം. ചോദിച്ചപ്പോഴത്തേക്കും പേടി കൊണ്ട് മൈക്കിന്റെ മുമ്പിൽ ഉത്തരം പറയാൻ പറ്റാതെ പോയതാണ്. ഇനി അഥവാ അദ്ദേഹത്തിന് മൂലമന്ത്രം അറിഞ്ഞുകൂടെന്ന് വിചാരിക്കുക, അടുത്ത പ്രാവശ്യം പോകുമ്പോ തന്ത്രിയെ തൊഴാൻ പോവണ്ട, ശാസ്താവിനെ മാത്രം തൊഴുതിട്ട് വന്നാൽ മതി, പ്രശ്നം തീർന്നല്ലോ, ഇല്ലേ? യഥാർത്ഥത്തില് ഇവിടെ മന്ത്ര തന്ത്ര യന്ത്രം, ഉത്തര ഭാരതത്തിൽ മന്ത്രം മാത്രം മതി. ഇവിടെ യഥാർത്ഥത്തില് ക്ഷേത്രങ്ങളില് 5 തരത്തിലുള്ള എനർജിയാണ് കിട്ടുക. ദക്ഷിണ ഭാരതത്തിലെ ക്ഷേത്രം 5 തരത്തിലുള്ള എനർജൈസേഷൻ സെന്ററാണ്. ഇതാണ് പള്ളിയും മോസ്കും ഹിന്ദു ക്ഷേത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ക്ഷേത്രങ്ങളില് യഥാർത്ഥത്തില് ലൈറ്റ് എനർജി, ശ്രീകോവിലിനകത്ത് നിറച്ചും വിളക്ക് കത്തിച്ച് ലൈറ്റ് എനർജി കൊടുക്കുന്നു. ആ കത്തിക്കുന്ന വിളക്കിൽ തന്നെ ഹീറ്റ് എനർജി ഉണ്ട്. അപ്പൊ ഹീറ്റ് എനർജി ഉണ്ടാവുന്നു. പിന്നെന്താ? നല്ല മന്ത്രം ചൊല്ലുക, പഞ്ചവാദ്യം, അതുപോലെ തന്നെ നാദസ്വരം ചില സ്ഥലത്തുണ്ട്, എടക്കയുടെ ശബ്ദം, അഷ്ടപതിയുടെ ശബ്ദം, മണിനാദം, ഇതൊക്കെ സൗണ്ട് എനർജി ഉണ്ടാക്കും. അപ്പൊ അമ്പലത്തില് ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി, പിന്നെ കെമിക്കൽ എനർജി. അഷ്ടഗന്ധം പുകയ്ക്കുമ്പോൾ, ചന്ദനത്തിരി കത്തിക്കുമ്പോൾ, കർപ്പൂരം കത്തിക്കുമ്പോൾ, സുഗന്ധമുള്ള പുഷ്പങ്ങളും ഇലകളും അർച്ചനയ്ക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ എല്ലാം കെമിക്കൽ എനർജിയാണ് വരുന്നത്. അതെല്ലാം എന്താ സംഭവിക്കുക? ക്ഷേത്രത്തിനകത്തെ മന്ത്രം, ക്ഷേത്രത്തിനകത്തെ വാദ്യമേളങ്ങള്, ക്ഷേത്രത്തിനകത്തെ മണിനാദം, ക്ഷേത്രത്തിനകത്തെ ശംഖ്, അതുപോലെയുള്ള ഇടയ്ക്ക എല്ലാം പുറപ്പെടുവിക്കുന്ന സൗണ്ട് ചെവിയെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നത് കൊണ്ട് ക്ഷേത്രത്തിനകത്ത് മ്യൂസിക് തെറാപ്പിക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ചേഞ്ച് നടക്കുന്നു. ചെവിയെ ആക്ടിവേറ്റ് ചെയ്യാൻ അമ്പലത്തിൽ പോകും. ചിലപ്പോ അമ്പലത്തിൽ പോകുമ്പോ ശാന്തമായിരിക്കും അമ്പലം, ഒരു ശബ്ദവും ഇല്ല. അപ്പൊ എന്താ ചെയ്യാ? അതിനു വേണ്ടിയാ മണി കെട്ടി തൂക്കിയിരിക്കുന്നത്. അപ്പൊ അമ്പലത്തിന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ
തലയുടെ മുകളിലുള്ള മണി ഒരു 3 പ്രാവശ്യം അടിക്കാം. ഇതിനാ 3 പ്രാവശ്യം അടിച്ച 4 പ്രാവശ്യം ആയാൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, ആവശ്യത്തിന് മതിയെന്ന് വെച്ചിട്ടാ. അകാരം, ഉകാരം, മകാരം, പിന്നെ തുര്യം, ഓംകാരത്തിന്റെ ശബ്ദമാണ് മണിയിലെ വരേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ആ 3 പ്രാവശ്യം മണി അടിക്കുക. എന്തിനാണ്? ക്ഷേത്രത്തിനകത്ത് സൗണ്ട് ഇല്ലെങ്കിൽ സൗണ്ട് എനർജി ഉണ്ടാക്കി നമ്മുടെ ശരീരത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് ചെയ്യാം. അതുപോലെ ക്ഷേത്രത്തിനകത്തെ പ്രകാശം ക്ലീൻ ആയിട്ടുണ്ടാവും, കണ്ണിനെ ആക്ടിവേറ്റ് ചെയ്യണം. അതിന് പറയുന്ന പേര് ലൈറ്റ് തെറാപ്പി. നല്ല രസമാണ്. ക്ഷേത്രം ക്ലീൻ ആയിരിക്കണം, നീറ്റായിരിക്കണം. ഇപ്പൊ ഞാൻ ഇന്ന് ക്ഷേത്രത്തിൽ ഇങ്ങനെ പ്രദക്ഷിണം വെച്ചപ്പോ നല്ല എല്ലാ സ്ഥലത്തും പെയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ചുറ്റുവിളക്ക്, അമ്പലത്തിന്റെ ചുറ്റും വിളക്ക്, അതിൽ നിന്ന് എണ്ണ വീണ് അതിന്റെ ചുവട്ടിലുള്ള ബ്രാസിൽ നിറച്ച് ക്ലാവുണ്ട്. അതൊക്കെ മാറണം. ഒരു പള്ളിയിൽ ചെന്ന് നോക്കുക, ക്രിസ്ത്യൻ പള്ളിയിൽ ചെന്ന് നോക്കുക, എന്ത് ക്ലീൻ ആൻഡ് നീറ്റാണ്. ഒരു മുസ്ലിം പള്ളിയിൽ എന്ത് ക്ലീൻ ആൻഡ് നീറ്റാ. അതേപോലെ ആവണം അമ്പലം ക്ലീൻ ആൻഡ് നീറ്റാണ്. ഒരു സ്ഥലത്ത് പോലും ഒന്നും ചവറുണ്ടാവരുത്. അവിടെ കുറെ സ്ഥലത്ത് കരിങ്കല്ല്, കുറെ സ്ഥലത്ത് ഇഷ്ടിക, കുറെ സ്ഥലത്ത് പുതിമടല്, കുറെ സ്ഥലത്ത് പകുതി കരിഞ്ഞ വിറക്, അതൊന്നും ഉണ്ടാവരുത്. കാരണം ക്ഷേത്രം ഐശ്വര്യത്തിന് നിദാനമായതെന്തോ അതാണ് ഈശ്വരൻ. ഐശ്വര്യം, ഈശ്വരൻ രണ്ടും ഒറ്റ വാക്കാണ്. ഐശ്വര്യം ക്ലീൻലിനെസ് ആൻഡ് നീറ്റ്നെസ് ആൻഡ് പ്യൂരിറ്റി, അതാണ് ഐശ്വര്യത്തിന്റെ അടിസ്ഥാനം. അപ്പൊ ക്ഷേത്രത്തിനകത്ത് ക്ലീൻ ആയിരിക്കണം, ധാരാളം വിളക്കുണ്ടായിരിക്കണം. നമ്മുടെ ശ്രദ്ധ ചൈതന്യത്തിലേക്ക് പോകണം, ഓപ്പോസിറ്റിലേക്ക് പോവരുത്. അതുകൊണ്ട് തന്നെ ചില അമ്പലത്തിൽ പോകുമ്പോ എല്ലാ സ്ഥലത്തും മാർബിളൊക്കെ ഇട്ടിട്ടുണ്ടാവും, പക്ഷെ വിളക്കിന്റെ ചുവട്ടിൽ ഇങ്ങനെ എണ്ണ ഒലിക്കുന്നുണ്ടാവും. അത് 5 മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ചില സ്ഥലത്ത് പോകുമ്പോ വളരെയധികം പുറത്തെല്ലാം ഇങ്ങനെ എണ്ണ ഒലിക്കുന്ന കാണാം, കുറേ അധികം ചെളി കാണാം. ചിലര് ചന്ദനം കൊണ്ടുപോയിട്ട് ചുമരി തേച്ച് വെച്ചിരിക്കുന്ന കാണാം. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട പരിശുദ്ധിയുടെ ഡൈല്യൂഷൻ സംഭവിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് ശ്രവണം, ദർശനം, ഈ കാര്യങ്ങൾക്ക് കൂടിയാണ്. ദർശനം ക്ലീൻ ആൻഡ് നീറ്റാകണം. പ്രകാശ ഊർജം ചൈതന്യത്തോടുകൂടി കണ്ണിനെ ആക്ടിവേറ്റ് ചെയ്യും. ക്ഷേത്രത്തിനകത്തെ സുഗന്ധം മൂക്കിനെ ആക്ടിവേറ്റ് ചെയ്യും. അരോമ തെറാപ്പി. അപ്പോ മ്യൂസിക് തെറാപ്പി, ലൈറ്റ് തെറാപ്പി, അരോമ തെറാപ്പി. ശരിക്കും ക്ഷേത്രത്തിലെ സുഗന്ധം മൂക്കിനെ ആക്ടിവേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ തീർത്ഥം, പ്രസാദം, അപ്പം, വട, ചട എല്ലാം കഴിക്കാറുണ്ട്, നാക്കിനെ ആക്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ട് സ്ലോ ഡിഫ്യൂഷൻ ടെക്നോളജി. കുങ്കുമം, ചന്ദനം, ഭസ്മം, കളഭം ത്വക്കിൽ നമ്മൾ തേക്കാറുണ്ട്. അതും 5ാമത്തെ സെൻസറി ഓർഗനാണ്. 1ാമത്തെ സെൻസറി ഓർഗൻ കണ്ണ്, 2ാമത്തേത് ചെവി, 3ാമത്തേത് മൂക്ക്, 4ാമത്തേത് നാക്ക്, 5ാമത്തേത് ത്വക്ക്. ആ ത്വക്കിനെ ആക്ടിവേറ്റ് ചെയ്യിക്കാനാണ് ചന്ദനം, ഭസ്മം, കളഭം, കുങ്കുമം നമ്മൾ തേക്കാറുള്ളത്. അപ്പൊ 4 സെൻസറി ഓർഗൻസിന്റെ ആക്ടിവേഷന് വേണ്ടി കൂടിയാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോവാ. ഇതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. തുടക്കത്തിൽ പറഞ്ഞു, ഒരു ക്രിസ്ത്യൻ പള്ളി എന്ന് പറയുന്നത് പോലെ അല്ല ഒരമ്പലം, ഒരു മുസ്ലിമിന്റെ മോസ്ക് പോലെ അല്ല അമ്പലം. അവർക്ക് അവരുടെ ദേവാലയം പ്രാർത്ഥനാലയമാണ്. നമുക്ക് നമ്മുടെ ദേവാലയം എനർജൈസേഷൻ സെന്റർ കൂടിയാണ്. അതുകൊണ്ട് ഈ അമ്പലത്തിനകത്ത് വരുമ്പോൾ ആചാരങ്ങൾ അനുഷ്ഠിക്കണം, എങ്കിലേ എഫക്റ്റ് ഉള്ളൂ. അമ്പലത്തിലേക്ക് വരണമെന്ന് നിർബന്ധമുണ്ടോ? നിർബന്ധമൊന്നുമില്ല. ഞാൻ ഒരിക്കലും അമ്പലത്തിൽ പോവില്ല, വേണ്ട, പോവണ്ട. എനിക്ക് അമ്പലത്തിൽ വിശ്വാസമേ ഇല്ല, വേണ്ട, വിശ്വസിക്കേണ്ട. ഞാൻ ഭയങ്കര യുക്തിവാദിയാണ്. പ്ലീസ് കണ്ടിന്യൂ ടു ഡു ലൈക്ക് ദാറ്റ് ഓൺലി, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. എനിക്ക് നാമം ജപിക്കുന്നത് കേട്ടാ ദേഷ്യമാണ്. വെരി ഗുഡ്, നന്നായി, ഒരു തർക്കേടുമില്ല. എനിക്ക് ഭാഗവതം എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല, വേണ്ട, കേൾക്കണ്ട.